ധീര സേനാനിയായിരുന്നു അദ്ദേഹം. എല്ലാ യുദ്ധങ്ങളുടെയും മുൻനിരയിൽ നിന്നൊരു സേനാനിയാണ്. അതുകൊണ്ട് ആ സേനാനിയെ പറ്റി ഓർക്കുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമാണ്. ആ വേർപാടിൽ ആൾക്കാർക്ക് ആവേശത്തോടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നൊരു നേതാവിൻ്റെ വേർപാടെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നതാണ്. അത് ഇത്രയും ജനങ്ങളുടെ ഒരു പ്രവാഹം കാണുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാം. പാർട്ടി പ്രവർത്തകരുടെ ഉപരി പൊതുജനങ്ങൾക്കാണ് പൊതുജനങ്ങൾക്കും ഒരു ആവേശമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി രാഷ്ട്രീയം നോക്കിയിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ഒരാവേശമായിരുന്നു. വ്യക്തിബന്ധം വളരെ രസകരമാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് പാട്ട് കേൾക്കും വണ്ടിയിലിരിക്കും. അപ്പോൾ എന്നോട് പറയുമായിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പഴയ പാട്ടുകളാണ്, ഏറ്റവും പഴയ പാട്ടുകളാണ്. ഏറ്റവും പഴയ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷമായിരിക്കുമ്പം മെമ്മറി സ്റ്റിക്കിലേക്ക് കൊടുക്കും. അദ്ദേഹം അത് കാറിലിട്ട് ഡ്രൈവറോട് വെച്ച് കൊടുക്കാൻ പറയും, ഗൺമാനോട്. അങ്ങനെ അവർ അത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല ബന്ധങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയും, സംഗീതത്തെക്കുറിച്ചൊക്കെ പറയും. സിനിമ, ഈ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് സംസാരിക്കും. ഒരു നല്ല ബന്ധമായിരുന്നു. എന്നോട് ഞാൻ ഭരണപക്ഷത്ത് ഇരിക്കുമ്പോഴും വനമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ എതിർചേരിയിലാണെങ്കിലും എന്നോട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല വനംവകുപ്പിൻ്റെ നടത്തിപ്പിൽ വലിയ യോജിപ്പായിരുന്നു. ആ ഒരു സ്നേഹം എന്നോടൊരു സഹകരിച്ചു പോകുന്നുണ്ട്. ചെയ്തതിൽ തെറ്റില്ല എന്ന നിലപാടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റില്ല എന്നുള്ള നിലപാട് പലപ്പോഴും അദ്ദേഹം എന്നോട് തന്നെ നിയമസഭയിൽ വെച്ച് പറഞ്ഞു. സിനിമയുടെ കാര്യങ്ങളൊക്കെ വളരെ ലഘുവായിട്ട് ചോദിക്കുന്നുള്ളൂ. പഴയകാല സിനിമകൾ, നാടകങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, നാടക ഗാനങ്ങളൊക്കെയാണ്. Subscribe to One India and never miss an update.